അപ്പോൾ നമ്മൾ ഇന്ന് ഇക്കുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് പോവുമായിരുന്നു. ഇതാണ് സെലിബ്രേഷൻ നടക്കുന്ന വീട്. കാലടി ഓണമ്പിളിയിലാണ് ഇവരുടെ വീട് വരുന്നത്. അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു സെലിബ്രേഷൻ. ഇതാണ് ബേബിയും ഫാമിലിയും. ഒരു ജംഗിൾ തീം പാർട്ടി തന്നെയായിരുന്നു. ബേബിയും ഒരു ജംഗിൾ തീം ഷർട്ടും ഷോർട്ട്സും അതുപോലെ തന്നെ കേക്കും ഡെക്കറേഷനും ബാക്ക്ഗ്രൗണ്ടും എല്ലാം. ജസ്റ്റ് ബേബിയുടെ ബർത്ത്ഡേ മാത്രമല്ലായിരുന്നു, ബേബിയുടെ പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു ബേബിയുടെ ബർത്ത്ഡേയുടെ അന്ന്. അത് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ആർക്കും തന്നെ ഞാൻ ഇതിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. കൊച്ചിൻ്റെ ബർത്ത്ഡേയും അവരുടെ പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും സെയിം ഡേറ്റിന് വരുന്നത്. അങ്ങനെ പാരൻസും ബേബിയും കൂടെ കേക്കെല്ലാം കട്ട് ചെയ്തു. ഫംഗ്ഷന് അങ്ങനെ ഇക്കുൻ്റെ മറ്റ് കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടതിലേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ മുഖത്തെ രക്തപ്രസാദം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ എല്ലാവരും കൂടി ഇരുന്നു കുറച്ച് ചെറിയ രീതിയിലുള്ള ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബേബിയും ഫാമിലിയൊക്കെ ആയിട്ട് അവരെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഹലോ ബേബി ആണെങ്കിൽ കേക്കിൻ്റെ അടുത്തേക്ക് ചാടുന്നതാണ് നിങ്ങളീ കാണുന്നത് ഫോട്ടോ എടുക്കാൻ നേരത്തും. അങ്ങനെ നമ്മളപ്പോൾ അടുത്ത കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ കേക്ക്. അങ്ങനെ അത് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ കേക്കൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ആനിവേഴ്സറി കേക്കും അവർ കട്ട് ചെയ്ത് അവർ കേക്കൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഇക്കുൻ്റെ ബാക്കി ഫ്രണ്ട്സ്. ഇരിക്കുന്നതാണ് ഹാഫിസിൻ്റെ വൈഫ് ഭീമായിട്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ കമ്പനി അടിച്ചിരുന്നത്. അവിടെ എല്ലാവരും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടോ ഒരു മടിയൊന്നും തോന്നിയില്ല ആരോടും മിണ്ടണേനും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് എന്ന് പറയുന്നത് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ, സാലഡ്, അച്ചാർ, പുളിങ്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇക്കും ഫ്രണ്ട്സൊക്കെ വിളമ്പാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ ഉള്ളിലിരുന്നു. കാരണം ഇവർ ഫ്രണ്ട്സ് കൂടി കഴിഞ്ഞാൽ വരാൻ ഒബ്വിയസ്ലി നല്ല ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ഇരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ ആൻറ്റിയുടെ മോളാണ്. ഇതാണ് റിഫ ഭയങ്കര രസമാണ് റിഫായിട്ട് കമ്പനി അടിച്ചിരിക്കാനായിട്ട്. ആൾ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, ഭയങ്കര ക്യൂട്ടാണ്. ഞാനും ഇവളും പിന്നെ ഇക്കുൻ്റെ ഫ്രണ്ട് ഹാഫിസിൻ്റെ വൈഫ് ഭീമയാണ് ഏറ്റവും കൂടുതൽ കമ്പനി അടിച്ചിരുന്നത്. ഞാനിങ്ങനെ അധികം ഇതുപോലത്തെ പരിപാടികൾക്കൊന്നും പോവാറില്ല. പക്ഷേ ഇവിടെ പോയപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോയി.